ഗ്രീൻ റൂമിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് അങ്കമാലി സൗത്തിലെ CSN സഭയിലെ, അതായത് കോൺഗ്രിഗേഷൻ ഓഫ് സിസ്റ്റേഴ്സ് ഓഫ് നസ്രത്ത് സഭ, അവരുടെ പ്രൊവിൻഷ്യൽ ഹൗസിലാണ്. ഫാമിലി മിഷന് വേണ്ടി വർക്ക് ചെയ്യുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം സിസ്റ്റേഴ്സാണ് ഈ കോൺഗ്രിഗേഷനിലുള്ളത്. തീർച്ചയായും നമ്മളെയും കാത്ത് കുറച്ച് സിസ്റ്റേഴ്സ് അവിടെ ഇരിപ്പുണ്ട്. അവരുടെ വിശേഷം അറിയാം, അവരുടെ ദൈവവിളി അനുഭവങ്ങൾ കേൾക്കാം. പക്ഷെ അതിനു മുമ്പ് നമുക്ക് ഈ സ്ഥലമൊക്കെ ഒന്ന് കാണാം, ഇവരുടെ ഈ ഹൗസൊക്കെ ഒന്ന് കാണാം, എന്നിട്ട് അവരെ പരിചയപ്പെടാം. നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്ന ഒരു കൊച്ചു സിസ്റ്ററിനെയാണ്. സിസ്റ്ററിൻ്റെ പേര് സിസ്റ്റർ ടീന മരിയ. സിസ്റ്ററെ സിസ്റ്ററിനെ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? എൻ്റെ പേര് സിസ്റ്റർ ടീന മരിയ. ഞാനിപ്പോൾ സിസ്റ്ററായിട്ട് 4 വർഷം കഴിഞ്ഞു. ഇപ്പോൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. വീട്ടിൽ അപ്പച്ചൻ, അമ്മച്ചി, പിന്നെ ഒരു അനുജത്തി. വീട് മൂക്കന്നൂരാണ്, അങ്കമാലിക്കടുത്ത് മൂക്കന്നൂർ. സിസ്റ്ററിൻ്റെ ദൈവവിളിയെ പറ്റി ചോദിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഈ ഹൗസിനെ പറ്റി, ഇവിടുത്തെ ഈ കോൺഗ്രിഗേഷനെ പറ്റിയും ഇതിൻ്റെ ക്യാരക്ടറിനെ പറ്റി ഒന്ന് സിസ്റ്റർ ഒന്ന് പറഞ്ഞുതരാമോ? ഇത് നസ്രത്ത് സഭയുടെ സെൻറ്റ് ജോസഫ് പ്രോവിൻസിൻ്റെ പ്രൊവിൻഷ്യൽ ഹൗസാണ്. ഇവിടെ മദറും കൗൺസിലേഴ്സും ഉണ്ട്. ഇതോട് ചേർന്ന് മോർണിംഗ് സ്റ്റാർ ഹോം സയൻസ് കോളേജും ഒരു കൗൺസിലിംഗ് സെൻറ്ററും പിന്നെ നസ്രത്ത് ആർട്സ് സെൻറ്ററും പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങളുടെ സഭ സ്ഥാപിതമായത് 1948 മാർച്ച് 19 എറണാകുളം ജില്ലയിലെ കറുകുറ്റിക്കടുത്തുള്ള പാതുവാപുരത്താണ് ഞങ്ങളുടെ സഭ സ്ഥാപിച്ചത്. അപ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ആദ്യ വർഷങ്ങളായിരുന്നു. ഈ കുടുംബങ്ങളുടെ തകരുന്ന വേദന അന്നത്തെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആദ്യത്തെ മെത്രാപ്പോലിത്തയായിരുന്ന കണ്ടത്തിൽ പിതാവിൻ്റെ മനസ്സിൽ വലിയൊരു വേദനയായിരുന്നു. പിതാവ് അപ്പോൾ ഇത് കൂടെ അന്നത്തെ പ്രൊക്രേറ്ററായിരുന്ന പിടക്കാട്ടച്ചനോടും ധ്യാനഗുരുവായിരുന്ന മങ്കുഴിക്കരി അച്ഛനോടും പങ്കുവെക്കുമായിരുന്നു. അങ്ങനെ കുടുംബങ്ങളെ നസ്രത്തിലെ തിരുക്കുടുംബം പോലെ ആക്കി തീർക്കുക എന്നൊരു വലിയ സ്വപ്നത്തോടെയാണ് ഞങ്ങളുടെ സഭയ്ക്ക് രൂപം നൽകിയത്. നസ്രായൻ യേശുവിന് രക്ഷാകര സ്നേഹം അനുഭവിച്ച് സ്നേഹൈക്യത്തിലാവുക, ആ ഒരു സ്നേഹം കുടുംബങ്ങളിലേക്ക് പകർന്നു കൊടുക്കുക, കുടുംബങ്ങളെ ആ രക്ഷയിലേക്ക് ആനയിക്കുക എന്നൊരു ക്യാരസത്തോട് കൂടിയാണ് സഭ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഒരു പ്രേക്ഷിത മേഖലയിൽ ഒതുങ്ങാതെ കുടുംബങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാനായിട്ട് കൗൺസിലിംഗ് സെൻറ്റർ, കുടുംബ ധ്യാന കേന്ദ്രം, അമ്മ മാസിക, പിന്നെ ഒരു കുടുംബത്തിന് ആവശ്യമായ എല്ലാ പ്രേക്ഷിത മേഖലകളും, തയ്യൽ സെൻറ്ററുകൾ, വിദ്യാലയം, ആശുപത്രി മുതലായ പ്രേക്ഷിത മേഖലകളിലൂടെ സഭ പ്രവർത്തിക്കുന്നു. 8 അംഗങ്ങളിൽ നിന്ന് ആരംഭിച്ച് ഇന്ന് 3 പ്രോവിൻസുകളായിട്ട് അങ്കമാലി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സെൻറ്റ് ജോസഫ് പ്രോവിൻസ്, പിന്നെ കോതമംഗലം കേന്ദ്രീകരിച്ചുകൊണ്ട് സെൻറ്റ് മേരീസ് പ്രോവിൻസ്, പിന്നെ ക്രൈസ്റ്റ് ജ്യോതി മിഷൻ പ്രോവിൻസ്, ഇങ്ങനെ 3 പ്രോവിൻസുകളിലായി ഇന്ത്യക്ക് അകത്തും പുറത്തും ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നു. സിസ്റ്ററിന്റെ ഈ ദൈവവിളിയിൽ ഈ ഒരു വൊക്കേഷൻ ചൂസ് ചെയ്യാൻ സിസ്റ്ററിനെ മോട്ടിവേറ്റ് ചെയ്ത ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? എന്തെങ്കിലും ആൾക്കാരോ ഇൻസ്പിറേഷനോ? സിസ്റ്ററിന് ചെറുപ്പം മുതലേ ഈ വൊക്കേഷൻ വേണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നോ? ചെറുപ്പം മുതൽ തന്നെ സ്വാധീനിച്ചൊരു ഘടകം അപ്പച്ചൻ്റെ 3 ചേച്ചിമാർ സിസ്റ്റേഴ്സാണ്. അപ്പോൾ ഈ സിസ്റ്റേഴ്സിനെ കാണുമ്പോഴും അതുപോലെ ഞങ്ങളുടെ വീട്ടിൽ ഈ ഒരു സഭയുണ്ട്, ആ ഒരു ഇടവകയിൽ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ കൊച്ചിലെ ഒരു സിസ്റ്ററായിട്ട് അങ്ങനെ കളിക്കുമായിരുന്നു. അതെന്നെ സ്വാധീനിച്ചെങ്കിലും ഒത്തിരി ചോദ്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. സിസ്റ്റർ ആകണം എന്നാ, സിസ്റ്ററായി കഴിഞ്ഞ് ഇങ്ങനെ മഠത്തിൽ മിണ്ടാതിരിക്കണം, അല്ലെങ്കിൽ വേറെ ആഭരണങ്ങളൊന്നും നമുക്ക് അണിയാനായിട്ട് പറ്റില്ല. അങ്ങനെ അപ്പോൾ എങ്ങനെ ഞാനൊരു സിസ്റ്ററായി ജീവിക്കും? അപ്പോൾ രണ്ടും ഇങ്ങനെ തുല്യമായിട്ട് നിൽക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു കൗൺസിലിങ്ങിന് പോയപ്പോഴാണ് എനിക്ക് 1 വയസ്സുള്ളപ്പോൾ എൻ്റെ ഹാർട്ടിൻ്റെ വാൽവിന് ഹോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് 1 വയസ്സുള്ളപ്പോൾ തന്നെ അപ്പച്ചനും അമ്മച്ചനും ധ്യാനം കൂടിയപ്പോൾ അത് സൗഖ്യപ്പെട്ടു എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഈ കൗൺസിലിങ്ങിന് ചെന്നപ്പോൾ ഈ ചേച്ചി ഇത് വീണ്ടും എന്നോട് ആവർത്തിച്ചിട്ട് ഇതൊരു അടയാളമാണ് സിസ്റ്റർ ആകാനായിട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നൊരു തീരുമാനം എടുക്കാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അന്ന് വീണ്ടും ഈശോ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇത് ഓർമ്മിപ്പിക്കുന്നുണ്ടെങ്കിൽ ഈശോയ്ക്ക് എന്നെക്കുറിച്ച് എന്തെങ്കിലും ഒരു പദ്ധതി ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞ ആ നിമിഷം ഞാൻ സിസ്റ്റർ ആകുമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഈ ഒരു കോൺഗ്രിഗേഷൻ എങ്ങനെ തിരഞ്ഞെടുത്തത്? എനിക്ക് നസ്രത്തിലേക്ക് കടന്നു പല സിസ്റ്റേഴ്സിന്, വേറെ സിസ്റ്റേഴ്സിന് പേരെഴുതി കൊടുത്തു. പക്ഷേ ഇങ്ങോട്ട് കടന്നു വന്നപ്പോൾ ആദ്യമായിട്ട് ഞങ്ങളിങ്ങനെ ഒത്തിരി സ്ഥാപനങ്ങളുണ്ട്, അവിടെ കൊണ്ടുപോയപ്പോൾ ഒരു ചേച്ചി ഇങ്ങനെ പറഞ്ഞു, ഈ അമ്മമാരുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചിരിക്കുന്നത്, ഇനി നിങ്ങളാണ് ഞങ്ങളെ നോക്കേണ്ട അമ്മമാരെന്ന്. ആ ഒരു ഇത് എന്നെ ഒത്തിരി സ്ട്രൈക്ക് ചെയ്തായിരുന്നു.
പിന്നെ സിസ്റ്റേഴ്സ് തമ്മിലിങ്ങനെ നമ്മൾ വഴക്കിടും, അങ്ങനെ വീട്ടിലായിരുന്നപ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാനിവിടെ വന്നതിന് ശേഷം സിസ്റ്റേഴ്സ് തമ്മിൽ ആ ഒരു സ്നേഹവും കൂട്ടായ്മയും അതെന്നെ ഒത്തിരിയേറെ ആകർഷിച്ചിരുന്നു. പിന്നെ എല്ലാ സഭകളും ഓരോ പ്രേക്ഷിത മേഖലയെ കേന്ദ്രീകരിക്കുമ്പോൾ ഒരു പ്രേക്ഷിത മേഖലയിൽ മാത്രമല്ല, കുടുംബങ്ങൾക്ക് വേണ്ടി, കുടുംബത്തിന് എന്താവശ്യമുണ്ടോ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സഭ അതിനെ ഒത്തിരിയധികം സ്വാധീനിച്ചു. അങ്ങനെ നസ്രത്തിലേക്ക് വന്നു. താങ്ക് യു സിസ്റ്റർ. ഇതുപോലെ സിസ്റ്ററിന് ഇൻസ്പിറേഷൻ കിട്ടിയതുപോലെ സിസ്റ്ററിൻ്റെ ഈ ചിരി ബാക്കിയുള്ളവർക്ക് ഇൻസ്പിറേഷൻ ആകട്ടെ. ഒപ്പം ഈ നസ്രത്ത് കോൺഗ്രിഗേഷനെ പറ്റിയും ഇവിടുത്തെ കാൽസ്യത്തെ പറ്റിയും ഒക്കെ പറഞ്ഞു തന്നതിൽ ഒരുപാട് നന്ദിയുണ്ട്. ഇനി നമുക്ക് ഇനിയും പരിചയപ്പെടാനായിട്ട് 2-3 സിസ്റ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. നമുക്ക് അവരുടെ വിശേഷമൊക്കെ അറിയാം. തീർച്ചയായിട്ടും സിസ്റ്റേഴ്സ് നമ്മുടെ കൂടെയുണ്ട്. സിസ്റ്റർ സിസി മരിയ സിസ്റ്ററിൻ്റെ ആ ഒരു ദൈവവിളി അനുഭവം നമ്മളോട് പങ്കുവെക്കും. അതുപോലെ ഈ വർഷം സഭാവസ്ത്രം സ്വീകരിച്ച സിസ്റ്റർ മരിയാജോയും സിസ്റ്റർ മരിയയുടെ മാതാപിതാക്കളും നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് അവരെ പരിചയപ്പെടാം. വളരെ സന്തോഷം. താങ്ക് യു. ഇപ്പോൾ നമ്മൾ പരിചയപ്പെടുന്ന സിസ്റ്റർ മരിയ ജോയാണ്. സിസ്റ്ററിൻ്റെ ഒപ്പം സിസ്റ്ററിൻ്റെ പാരൻസും ഉണ്ട്. ഇപ്പോൾ നമുക്ക് സിസ്റ്ററിനോട് തന്നെ സിസ്റ്ററിൻ്റെ വിശേഷങ്ങളും ദൈവവിളി അനുഭവമൊക്കെ ചോദിക്കാം. സിസ്റ്റർ ആദ്യം തന്നെ സിസ്റ്ററിന് പരിചയപ്പെടുത്താവോ കൂടെ വന്നിരിക്കുന്ന പപ്പയും മമ്മിയൊക്കെ? എൻ്റെ പേര് സിസ്റ്റർ മരിയ ജോ. ഇതിൻ്റെ പപ്പ, അമ്മ. പപ്പ ബേസിക്കലി എഞ്ചിനീയറാണ്, പിന്നെ ഇത്തിരി വചന ശുശ്രൂഷയൊക്കെ ഉണ്ട്. പിന്നെ അമ്മ ഹോമിയോ ഡോക്ടറാണ്. എനിക്കൊരു ചേട്ടനാണ് ഉള്ളത്. IBM ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യാണ്. പിന്നെ കല്യാണം കഴിഞ്ഞു, ഒരു കുഞ്ഞുവാവയുണ്ട്. ഈ മഠത്തിൽ ചേരുക എന്ന് പറയുന്നത് തന്നെ ഒരു ടഫ് ഡിസിഷൻ ആണല്ലോ. എങ്ങനെയാണ് ഈ ഒരു ഡിസിഷനിലോട്ട് എത്തിയത്? ആരൊക്കെയാണ് ഈ ഒരു ഡിസിഷൻ എടുക്കാൻ സഹായിച്ചത്? ഡിസിഷനിലേക്ക് എത്താന്ന് പറഞ്ഞാൽ എനിക്ക് ചെറുപ്പം തൊട്ട് അങ്ങനെ ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ട് ഒരു ധ്യാനം കൂടിയായിരുന്നു, ക്രിസ്റ്റീൻ്റെ. അപ്പോൾ അങ്ങനെ കൂടി കഴിഞ്ഞപ്പോൾ നമ്മൾ ധ്യാനം കൂടി കഴിയുമ്പോൾ നല്ല കൊച്ചുങ്ങളൊക്കെ ആയിട്ട് കുറച്ച് നാളൊക്കെ പോകുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു നല്ല കൊച്ചായിട്ട് ജീവിക്കാനുള്ള ഒരു ആഗ്രഹം. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ സിസ്റ്റേഴ്സാണ് അങ്ങനെ ജീവിക്കുന്നതെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു ആഗ്രഹമായിരുന്നു എൻ്റെ മനസ്സിൽ ആദ്യം തോന്നിയത്. അപ്പോൾ ഞാനിങ്ങനെ ഒരു സിസ്റ്ററിനോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ സിസ്റ്റർ പറഞ്ഞു അങ്ങനെ ഒരു ആഗ്രഹം തന്നെ ഒരു ദൈവവിളിയുടെ ലക്ഷണമാണെന്നൊക്കെ ആ സിസ്റ്റർ അന്ന് ഇങ്ങനെ പറഞ്ഞു തന്നത് എൻ്റെ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു. ചെറുതായിട്ടൊന്ന് അപ്പോൾ ചിന്ത ഇങ്ങനെ ഡിവേറ്റ് ചെയ്ത് അങ്ങനെ ഒരു ആഗ്രഹം അതായിരുന്നു ആദ്യത്തെ. അങ്ങനെ സിസ്റ്റർ ആവണമെന്ന് വേറെ ആഗ്രഹമൊന്നും ഉണ്ടായില്ല. അത് കഴിഞ്ഞ് പിന്നെ 10ാം ക്ലാസ് ആയപ്പോഴാണ് ഞാൻ Y12 എന്ന് പറഞ്ഞൊരു റിട്രീറ്റിന് പോയായിരുന്നു, ക്രിസ്റ്റീൻ്റെ തന്നെ. അപ്പോൾ അത് 2033 ജൂബിലി വർഷത്തിലേക്ക് ഇങ്ങനെ 2000 ജനിച്ച കുട്ടികളെ ഒരുക്കിക്കൊണ്ടുവരുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ അതിന് കൂടിയപ്പോൾ ഒരു ആരാധനയുടെ സമയത്ത് ഇങ്ങനെ അവർ പറഞ്ഞു, നിങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം, ഈ ആരാധനയ്ക്ക് നിങ്ങളുടെ ജീവിതാന്ത സേത തിരഞ്ഞെടുക്കണ്ടേ, അങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് ഞങ്ങളുടെ ഇടവകയിലെ മഠത്തിൽ ഇങ്ങനെ ഈശോ നിന്നെ വിളിക്കുന്നു എന്ന് ആ കോൺവെൻറ്റിൻ്റെ മുകളിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അത് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നിട്ട് എനിക്ക് എന്തോ ഒരു സംഭവം തോന്നി. അപ്പോൾ എനിക്ക് കരച്ചിലൊക്കെ വന്നു. അപ്പോൾ ഞാൻ ഈശോ ഇങ്ങനെ പറഞ്ഞു, ഈശോയെ നീ എന്നെ വിളിക്കുന്നുണ്ടെങ്കിൽ അതെനിക്ക് മനസ്സിലാക്കി തരണം. അപ്പോൾ ഞാൻ ചെറിയൊരു അടയാളം കൂടി ചോദിച്ചു, അതായത് ഈശോ ഇന്ന് രാത്രി കിടക്കാൻ, ഇത് തന്നെയാണോ ഡിസിഷൻ നമുക്ക് അറിയണമല്ലോ. അപ്പോൾ ഇന്ന് രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് ആരെങ്കിലും എന്നെ നോക്കിയിട്ടൊന്ന് പറയണം, കൊച്ചിനെ കണ്ട ഒരു സിസ്റ്ററിൻ്റെ ലുക്ക് ഉണ്ടെന്നൊന്ന് പറയണമെന്ന്. കാരണം അന്ന് അത് പറയാനൊരു ചാൻസ് ഇല്ല. കാരണം അന്നത്തെ എൻ്റെ വേഷം എന്ന് പറഞ്ഞാൽ ജീൻസും ടോപ്പാണ്. അപ്പോൾ അതുകൊണ്ട് അത് ചാൻസ് ഇല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ട്രിക്കി ആയിട്ടുള്ളൊരു സംഭവം ചോദിച്ചത്. അപ്പം അങ്ങനെ അന്ന് രാത്രി അതൊക്കെ ഞാൻ മറന്നു. പിന്നെ രാത്രി ഞാൻ പിറ്റേ ദിവസത്തേക്കുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഡോർമെട്രിയിൽ വന്നിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, ബാഗൊക്കെ തുറക്കുന്ന സമയത്ത് ഒരു ചേച്ചി എന്നോട് നോക്കിയിട്ട് പറഞ്ഞു, കൊച്ചിനെ കണ്ട ഒരു സിസ്റ്ററിൻ്റെ കൂട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ അവിടെ ഇരുന്നു. അപ്പം ഞാൻ ചേച്ചി എന്താ അങ്ങനെ പറഞ്ഞതെന്നൊക്കെ ചോദിച്ചു. പിന്നെ ഞാൻ ചേച്ചിയോട് ഇങ്ങനെ ഷെയർ ചെയ്തു, ഇങ്ങനെ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞു. പിന്നെ 10ാം ക്ലാസ് കഴിഞ്ഞു. പിന്നെ ഞാൻ 10ാം ക്ലാസ് ഞങ്ങളുടെ ഇടവകയിൽ ഒരു കൺവെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിലൊന്നും പറഞ്ഞില്ല, ഇങ്ങനൊരു സംഭവം ഒന്നും പറഞ്ഞില്ല. അപ്പോൾ എനിക്ക് ആകെ ടെൻഷനായപ്പോൾ ഞാൻ ആ ധ്യാനത്തിൽ വെച്ച് തന്നെ ഞാനിങ്ങനെ പറഞ്ഞു, ഈശോയെ നിനക്കിതാണ് ആഗ്രഹമെങ്കിൽ നീ തന്നെ എന്നെ കൊണ്ടെത്തിക്കണം എവിടെയാണെന്ന് വെച്ചാൽ. കാരണം എനിക്ക് എൻ്റെ പപ്പ, അമ്മ, വീട്, പിന്നെ ഞാൻ എൻ്റെ ജീവിതത്തെക്കുറിച്ച് കണ്ടിട്ടുള്ള കാര്യം അതൊന്നും എങ്ങനെ ഉപേക്ഷിക്കുമെന്നൊക്കെ അങ്ങനെ ചിന്തിച്ചപ്പോൾ പെട്ടെന്നൊരു പാട്ട് അവിടെ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ പ്ലേ ചെയ്തത്, എൻ ജീവനേക്കാളും നീ വലിയതാണ് എനിക്ക് എന്ന ആ ഒരു ലൈന് പെട്ടെന്ന് വന്നു. അപ്പോൾ എനിക്ക് എന്തൊക്കെയോ ഒരു കരച്ചിലോ ദേഷ്യമോ സങ്കടമോ എല്ലാം കൂടി മിക്സായിട്ട് വന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇടവകയിൽ കൺവെൻഷൻ നടന്ന സമയത്ത്
ഒരു സിസ്റ്റർ ഇങ്ങനെ ഫാമിലിയായിട്ട് കൗൺസിൽ ചെയ്തു. ഞങ്ങൾ ഇതേപോലെ തന്നെ ഇരുന്ന കൗൺസിലിങ് ചെയ്തത്. അപ്പോൾ ആ സിസ്റ്ററിനോട് ഞാൻ പറഞ്ഞു, സിസ്റ്റർ എനിക്ക് സിസ്റ്ററിനെ പേഴ്സണലായിട്ടൊന്ന് കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പെട്ടെന്ന് ഞെട്ടിപ്പോയി, എന്താണോ ഞങ്ങളുടെ കൊച്ചിന് ഞങ്ങളറിയാത്ത എന്തോ കാര്യം സിസ്റ്ററിനോട് ഷെയർ ചെയ്യാൻ. അങ്ങനെ ഞാൻ ആ സിസ്റ്ററിനോട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ആ സിസ്റ്റർ പറഞ്ഞു, ഞാൻ തന്നെ പപ്പയോടും അമ്മയോടും പറയാം എന്നൊക്കെ പറഞ്ഞു. പിന്നെ ആ സിസ്റ്റർ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഈശോ എനിക്ക് സൈക്കിള്, പിന്നെന്താ ചീര തോരൻ, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു. അപ്പോൾ അങ്ങനെ ചെറിയൊരു ഡീറ്റെയിൽ പോലും ഈശോയ്ക്ക് ഇഷ്ടമാണെന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് പപ്പയും അമ്മയോടും സിസ്റ്റർ തന്നെ പറഞ്ഞു, ഇങ്ങനെ മോളിങ്ങനെ ഒരു ആഗ്രഹം പറയണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും അവിടെ കരച്ചിലായിരുന്നു, രണ്ടുപേരും കരഞ്ഞു. അവർ കരയണ കണ്ടപ്പോൾ ഞാനും കരഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ അപ്പോൾ പപ്പയ്ക്ക് അപ്പം തന്നെ ഒരു ഇതായിരുന്നു, അന്ന് സിസ്റ്ററെ ഇനി എപ്പോഴാണ് കൊണ്ടാക്കണ്ടേ, ബാഗ് ഉടനെ തന്നെ മഠത്തിൽ നാളെ തന്നെ കൊണ്ടാക്കാന്നുള്ള രീതിയിലായിരുന്നു പപ്പയ്ക്ക്. പക്ഷെ അമ്മയ്ക്ക് അതൊട്ടും ഉൾക്കൊള്ളാൻ പറ്റിയില്ല. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അപ്പോൾ റെഡി അല്ലായിരുന്നു. അപ്പം ഞാൻ തന്നെ പറഞ്ഞു. പിന്നെ കുറച്ച് പേരോടൊക്കെ ചോദിച്ചപ്പോഴും എനിക്ക് ഞാൻ തീരുമാനിച്ചു, എന്നാൽ 2 കൊല്ലം കൂടി കഴിഞ്ഞിട്ട് +2 കഴിഞ്ഞിട്ട് അപ്പോഴും ഈ ആഗ്രഹം ഉണ്ടോ എന്ന് നോക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പിന്നെ അബൈഡ് റിട്രീറ്റൊക്കെ കൂടി. അത് കഴിഞ്ഞ് അപ്പോൾ ഒരു ധൈര്യമൊക്കെ കിട്ടി. പിന്നെ അത് ആരോടും പറഞ്ഞൊന്നുമില്ല. എനിക്കിങ്ങനെ ആരെങ്കിലും ഞാനിങ്ങനെ അങ്ങനെ പ്രാർത്ഥിച്ച് അങ്ങനെ ഒതുങ്ങി നടക്കുന്ന ടൈപ്പല്ല. അതുകൊണ്ട് എന്നെ ആരെങ്കിലും അങ്ങനെ കാണുന്നത് എനിക്കിഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആരോടും പറഞ്ഞില്ല. പക്ഷേ ഫ്രണ്ട്സിനൊക്കെ ചെറുതായിട്ട് മനസ്സിലായിരുന്നു. ഞാനിങ്ങനെ ക്ലാസ്സിലൊക്കെ ഇരുന്ന് ഇങ്ങനെ ചുമ്മാ കരയോ അങ്ങനെ ആലോചിച്ചൊക്കെ ഇരിക്കുമായിരുന്നു. അങ്ങനെ പോയി. അത് കഴിഞ്ഞ് +2 ബോർഡ് എക്സാമൊക്കെ ആയപ്പം ബോർഡ് എക്സാമൊക്കെ കഴിഞ്ഞു. അപ്പോൾ അപ്പ ചോദിച്ചു, ഇനി നിൻ്റെ ഡിസിഷൻ എന്താ ചെയ്യേണ്ടത്, എവിടെയാണ് ഞങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടതെന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, പപ്പ എനിക്ക് വേറെ ഏതൊരു പ്രൊഫഷൻ ആലോചിക്കുമ്പോഴും എനിക്ക് ഓക്കെയാണ്. പക്ഷെ ഞാനൊരു സിസ്റ്ററായിട്ടെന്ന് ഞാൻ എന്നെ തന്നെ ആലോചിക്കുമ്പോൾ എനിക്കത് പെർഫെക്റ്റ് ഓപ്ഷനാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞു. അപ്പോൾ അപ്പ പറഞ്ഞു, നീ ഒരു ഡിസിഷൻ പറയാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു, എന്നാൽ പപ്പ എന്നെ എൻ്റെ ആലങ്ങാടാണ് ഞങ്ങളുടെ പള്ളി. അപ്പോൾ അവിടെ അടുത്ത് തന്നെ കുന്നേപ്പള്ളിയിൽ ഒരു നിത്യാരാധന ചാപ്പലുണ്ട്. ഞാൻ പറഞ്ഞു, പപ്പ എന്നെ അന്ന് ആ ചാപ്പലിൽ കൊണ്ടാക്ക്, ഞാൻ വിളിക്കുമ്പോൾ പപ്പ വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പപ്പ പറഞ്ഞു, എന്നാൽ ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ പോയിരുന്നു. അവിടെ ഇരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു, ഈശോയെ എനിക്ക് എന്താണെന്ന് അറിയില്ല, നിനക്ക് എന്നെ എന്താക്കാനാണ് ആഗ്രഹം, അവിടെ നീ സിസ്റ്റർ ആക്കാനാണ് ആഗ്രഹമെങ്കിൽ അതിനുള്ള വഴി നീ തുറന്നു തരണം. ഏത് സഭയാണെന്നുള്ള ഒന്നും ഞാൻ അന്വേഷിക്കാൻ പോവില്ല. എവിടേക്കാണോ നിനക്ക് എന്നെ കൊണ്ടെത്തിക്കേണ്ടത് അവിടെ നീ എന്നെ കൊണ്ടെത്തിച്ചേക്കണം. അതെ, ഈശോയ്ക്ക് എന്നെ എല്ലാം വിട്ടുകൊടുത്തു. ഞാൻ ഒരു പണി ഇതിനു വേണ്ടി എടുക്കില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ വിട്ടുകൊടുത്തു. അത് കഴിഞ്ഞ് പപ്പേനെ വിളിച്ച് ഉച്ചയ്ക്ക് വന്നു. പിന്നെ ഞങ്ങൾ പിറ്റേ ദിവസം അപ്പോഴത്തേക്ക് അമ്മ ഞാനിങ്ങനെ ഒരു ഡിസിഷനാണ് എടുക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അപ്പോഴത്തേക്ക് അമ്മയ്ക്ക് ആകെ ഇങ്ങനെ ഡൗൺ ആയി. ഫുൾ ടൈം കരച്ചിലും എന്നോട് മിണ്ടണില്ല അങ്ങനെയൊക്കെ ആയിരുന്നു, മൂഡ് ഓഫ് ഒക്കെ ആയിരുന്നു ആകെ. അപ്പോൾ അതെനിക്ക് ഭയങ്കര വിഷമം. അപ്പോൾ പപ്പയ്ക്ക് അറിയുന്ന ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു, ഒരു പ്രീത സിസ്റ്റർ, ഞങ്ങളുടെ സഭയിലുള്ള തന്നെയാണ്. അപ്പോൾ ആ സിസ്റ്ററായിട്ട് കൗൺസിലിംഗ് ഒക്കെ പരിചയം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് പിറ്റേ ദിവസത്തേക്ക് അന്ന് സിസ്റ്ററിനെ ഒന്ന് പോയി കാണാം. 3 മണിക്ക് അപ്പോയിൻമെൻ്റ് എടുത്തു. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി. അപ്പോൾ ഞാൻ വേറൊരു സഭയിൽ ഞാൻ ക്യാമ്പിന് പോകാനായിട്ടിരുന്നത്. അപ്പോൾ ആ പോകുന്ന വഴിക്ക് ഈ സിസ്റ്ററിനെയും കൂടി കാണാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. ഞാനപ്പോൾ ഈ സഭയെക്കുറിച്ച് കേട്ടിട്ടില്ല, എനിക്കങ്ങനെ അറിയൊന്നുമില്ല. അപ്പം ഞാനങ്ങനെ പ്രീതസിൻ്റെ അടുത്ത് കൗൺസിലിംഗ് പോയപ്പം സിസ്റ്റർ എന്നോട് ചോദിച്ചു എന്താ. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ എനിക്കൊരു ചെറിയ ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷേ ഡിസൈഡ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സിസ്റ്റർ പറഞ്ഞു, എന്നാൽ ഇവിടെ കുട്ടികളോടൊന്ന് സംസാരിച്ച് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ മിണ്ടി നോക്കിയപ്പോൾ ഞാനെന്തോ ഇവിടെ നിന്നാണ് ഞാൻ പോയത് എൻ്റെ വീട്ടിലേക്ക്. പണ്ട് ഞാൻ ഇവിടെ ആയിരുന്നു, എനിക്ക് ഇവരെയൊക്കെ നേരത്തെ പരിചയം ഉണ്ടെന്നുള്ളൊരു ആ ഒരു ഹോംലി ഫീൽ എനിക്ക് കിട്ടി. അങ്ങനെ അപ്പോഴാണ് ഞാൻ അറിയണേ പിറ്റേ ദിവസം ഇവിടെ ക്യാമ്പ് തുടങ്ങുകയാണെന്ന്. അപ്പം ഞാൻ ക്യാമ്പ് ഞാൻ വേറെ സഭയിലും ക്യാമ്പിന് പോകാനിരുന്നു, പക്ഷെ ഇവിടെ പിറ്റേ ദിവസം തുടങ്ങുകയാണെന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ പറഞ്ഞു എന്നാൽ ഞാൻ ഇവിടെ കൂടി നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ക്യാമ്പ് കൂടിയപ്പോൾ സിസ്റ്റർ മേരീജോ ഒരു ക്ലാസ് എടുത്തായിരുന്നു. അപ്പോൾ ആ ക്ലാസ്സിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്, നസ്രത്ത് സഹോദരി എന്ന് പറയുന്നത് തിരുക്കുടുംബത്തിലെ 4ാമത്തെ അംഗമാണെന്ന്. അപ്പോൾ ഇത് കേട്ടപ്പോൾ പെട്ടെന്ന് ഞാൻ 9ാം ക്ലാസ്സിൽ ഞങ്ങളുടെ ഇടവകയിൽ ഇൻറ്റൻസീവ് കോഴ്സ് കൂടിയപ്പോൾ ഒരു ചേട്ടൻ ക്ലാസ് എടുത്ത്, അപ്പോൾ ജോഷി ചേട്ടൻ ക്ലാസ് എടുത്തപ്പോൾ ഈ ഒരു സുകൃതജപം ഞങ്ങളെ പഠിപ്പിച്ചു തന്നായിരുന്നു. ഈശോ മറിയം യൗസേപ്പേ, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, തിരുക്കുടുംബത്തിലെ 4ാമത്തെ അംഗമായി എന്നെ സ്വീകരിക്കണേ, തിരുക്കുടുംബത്തിൻ്റെ അന്തസ്സിനൊത്ത് ഞാൻ ജീവിച്ചോളാം. അപ്പോൾ അത് അന്ന് എന്നെ സ്ട്രൈക്ക് ചെയ്തു. ഞാൻ ഈ ദൈവവിളിയെ പറ്റി ഒന്നും ചിന്തിച്ചിട്ടില്ല, അന്ന് എന്നെ സ്ട്രൈക്ക് ചെയ്തു. അപ്പോൾ ഞാൻ ആ വീട്ടിൽ വന്നിട്ട് അന്ന് തന്നെ തിരുക്കുടുംബത്തിൻ്റെ ഒരു പടമൊക്കെ വരച്ച് ഈ ഉണ്ണീശോടെ ഇപ്പുറത്തെ എന്നെയൊക്കെ വരച്ച് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സിസ്റ്റർ മേരീജോ ഈ ക്ലാസ് എടുത്തപ്പോൾ പെട്ടെന്ന് എനിക്ക് അത് ഓർമ്മ വന്നത്. അപ്പം ഞാൻ ഇങ്ങനെ അതിനെപ്പറ്റി ചിന്തിക്കുന്നതിന് മുൻപേ ഈശോ എനിക്ക് വേണ്ടി അതൊക്കെ റെഡിയാക്കി വെച്ചല്ലോ എന്നൊരു തോന്നൽ വന്നപ്പോൾ എനിക്ക് ഉറപ്പിക്കാൻ പറ്റി ഉണ്ടായിരുന്നു. ഞാൻ അറിഞ്ഞില്ല. അപ്പം പിന്നീടാണ് ഞാനത് തിരിച്ചറിഞ്ഞതെന്നുള്ളത്. അപ്പോൾ
ഞാനപ്പോൾ തന്നെ പപ്പേനെ വിളിച്ച് പറഞ്ഞു, അപ്പോൾ ഇനി വേറെ സ്ഥലമൊന്നും നോക്കണ്ട, ഇത് തന്നെയാണ് എൻ്റെ സ്ഥലം, ഈശോ എന്നെ കൊണ്ടെത്തിച്ചു, ഞാൻ പോലും അതിനൊരു കഷ്ടപ്പാടൊന്നും എടുക്കേണ്ട വന്നിട്ടില്ല എന്ന് പറഞ്ഞ് ഉറപ്പിച്ചോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ഇവിടെ വന്നത്. ചോദിക്കാൻ ഉദ്ദേശിച്ച ചോദ്യത്തിൻ്റെ ഉത്തരവും സിസ്റ്റർ പറഞ്ഞു. എന്തായാലും ഭയങ്കര രസമാണ്. ഇതുപോലെ തന്നെയാണ് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ എല്ലാ സിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പപ്പയുടെ ഒരു കാര്യം ചോദിക്കാം, ചെറുപ്പത്തിലെ സിസ്റ്ററിനെ ധ്യാനത്തിനൊക്കെ വിട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചെറുപ്പത്തിലെ തന്നെ വിടുമ്പോൾ സ്വാഭാവികമായിട്ടും പപ്പയ്ക്ക് അതിനോട് ആ ഒരു ഫെയ്ത്ത് അത്ര സ്ട്രോങ് ആയതുകൊണ്ടായിരിക്കണം പപ്പ വിട്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് എന്താ പറയുക സിസ്റ്റർ മരിയ ഈ ഒരു എന്താ പറയുക ദൈവവിളിക്ക് നയിക്കുകയും അല്ലെങ്കിൽ എങ്ങനെയാണ് വളർത്തിക്കൊണ്ട് വന്നതെന്നൊക്കെ ഒന്ന്? ഞങ്ങൾ ശരിക്കും എനിക്ക് 2 മക്കളാണ്. മൂത്തത് മോനും, പിന്നെ 7 വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് മരിയ ജനിച്ചത്. ശരി, അതിന് മാത്രം ഇപ്പോൾ പ്രാർത്ഥനയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ 96 മുതൽ ഞാൻ കരിസ്മാറ്റിക് പ്രാർത്ഥനയിലും ധ്യാനങ്ങളിലും എല്ലാം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മോള് പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞ സമയത്ത്, വൈഫ് പ്രഗ്നൻ്റ് ആണെന്ന സമയത്ത് ആ നിമിഷത്തിൽ ഞങ്ങൾ അറിഞ്ഞ ഉടനെ തന്നെ ഞാനൊരു ദേവാലയത്തിൽ പോയിട്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയും ഈ ഉദരത്തിലായിരുന്ന കുഞ്ഞിനെ അവിടെ സമർപ്പിക്കുകയും ചെയ്തു. അതാണ് ഞാൻ ചെയ്ത ആദ്യത്തെ കാര്യം. അത് കഴിഞ്ഞിട്ട് പിന്നീടുള്ള 9 മാസവും വൈഫിന് ബൈബിൾ വായിക്കാനും പിന്നെ ആത്മീയ പുസ്തകങ്ങൾ, അത് പ്രത്യേകിച്ച് മരിയ വളർത്തോർത്തയുടെ പുസ്തകം വായിക്കാനാണ് കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത്. പിന്നെ ഒത്തിരി ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധിച്ചത്. പിന്നെ ഞങ്ങളുടെ എല്ലാ ദിവസവും വൈകിട്ടത്തെ കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ കുറച്ച് നേരം വയറ്റത്ത് കൈവച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കും. പിന്നെ ഞങ്ങൾ അടുത്തിരുന്ന് കുറച്ച് നേരം വചനം വായിക്കും. അങ്ങനെ ഒരു ഇതിലായിരുന്നു. അതിൻ്റെ ഒരു ഞങ്ങൾ തിരിച്ചറിഞ്ഞത് മോള് ജനിച്ച് കഴിഞ്ഞിട്ട് ഒരു 6 മാസം ആയപ്പോൾ ഒരു ദിവസം വൈകുന്നേരം മോള് ഭയങ്കരമായിട്ട് കരച്ചിൽ തുടങ്ങി. വൈകുന്നേരം ഒരു 7 മണി കഴിഞ്ഞപ്പോൾ അതായത് ഒരു 2 മണിക്കൂറോളം നിർത്താതെ കരയുക. അപ്പോൾ വൈഫ് ഡോക്ടറാണ്, എൻ്റെ അമ്മയും നഴ്സിംഗ് സൂപ്രണ്ടാണ്. അപ്പോൾ ഇവരെല്ലാവരും നോക്കിയിട്ട് ഒന്നും കരച്ചിൽ നിൽക്കുന്നില്ല. അപ്പോൾ സന്ധ്യയാകുമ്പോൾ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ളൊരു ഒരുക്കമായി. അപ്പം കൊച്ചിനെ എൻ്റെ കൈ തന്നിട്ട് ഇവർ ഡ്രസ്സ് ചെയ്യാനൊക്കെ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനൊക്കെ ഒരുങ്ങുകയാണ്. ആ സമയത്ത് കൊച്ചിൻ്റെ അടുത്ത് ഞാനിരുന്ന് കുറേ വചനം പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഒരു 5 മിനിറ്റ് എടുത്തില്ല, അതിന് മുമ്പേ കൊച്ച് കരച്ചിൽ നിർത്തി എൻ്റെ തോളത്ത് കിടന്നങ്ങ് ഉറങ്ങി. അപ്പോൾ അത് എനിക്ക് വലിയൊരു ബോധ്യമായിരുന്നു. കാര്യം പ്രഭാഷകൻ 1:14 പറയുന്നൊരു വചനമുണ്ട്, മാതൃഗർഭത്തിൽ ശിശു ഉരുവാകുമ്പോൾ തന്നെ അവളും രൂപപ്പെടുമെന്ന്. അപ്പോൾ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ മക്കൾക്ക് ഈ വിശ്വാസം കൊടുക്കണം എന്നുള്ള ഒരു ബോധ്യം എനിക്ക് കിട്ടിയിരുന്നു. അതിൻ്റെ ഒരു വെളിച്ചത്തിലാണ് ഞങ്ങൾ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ആദ്യ കുർബാന സ്വീകരണം നടത്തുന്ന ഒരു സമയം വന്നപ്പോൾ, അപ്പോൾ ആ ദിവസങ്ങളിലെല്ലാം ഒരുവിധം പ്രായമാകുമ്പോൾ എല്ലാ ദിവസവും ഞങ്ങൾ പള്ളിയിൽ ദേവാലയത്തിൽ പോകും. എല്ലാ ദിവസവും കുർബാനയിൽ കൊണ്ടുപോകും. പിന്നെ അവിടെ ശുശ്രൂഷയിലെല്ലാം നിൽക്കുമായിരുന്നു. ഈ ആദ്യ കുർബാന സ്വീകരണം കഴിഞ്ഞിട്ട് അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞു, നമുക്ക് ഈ ആദ്യ കുർബാന സ്വീകരണത്തിൻ്റെ അന്ന് സാധാരണ എല്ലാവരും കുടുംബത്തിലെ വലിയ പ്രോഗ്രാമും വലിയ ഫംഗ്ഷനൊക്കെ നടത്താറ്. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് എവിടെയെങ്കിലും ഒരു അനാഥാലയത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇതായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പം മരിയ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, നമുക്ക് എല്ലാവർക്കും കൂടി ആ അനാഥാലയത്തിൽ പോയിരുന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാം ആ കുട്ടികളോട്. അങ്ങനെ ഞങ്ങൾ ഒരു 150 പേരുള്ള അനാഥാലയത്തിൽ അവിടെ പോയിരുന്ന് ഈ അന്ന് ആദ്യ കുർബാന കഴിഞ്ഞ് ആ ഡ്രസ്സോട് കൂടി അവിടെ ആയിരുന്നു ഈ ഇതിൻ്റെ ഫംഗ്ഷനെല്ലാം ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ഒരു ആത്മീയമായിട്ട് ഇതുപോലെ ധ്യാനത്തിന് പല ഞങ്ങൾ ഒരുമിച്ച് തന്നെ പല ധ്യാനങ്ങളിലും ഞങ്ങൾ പോയിട്ട് ഡിവൈനിലും ചിറ്റൂര് ധ്യാന കേന്ദ്രത്തിലൊക്കെ ഞങ്ങൾ പോകുമായിരുന്നു. പിന്നെ വേറൊരു കാര്യം ഞങ്ങൾ ഏറ്റവും ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യമുണ്ട്. ആ കാലഘട്ടത്തിൽ നമ്മുടെ വൈദികരെയും സന്യസ്തരെയും കുറിച്ചൊക്കെ ഒത്തിരി മോശമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ പരന്നൊരു സമയമാണ്. പക്ഷെ ഒരിക്കലും അങ്ങനത്തെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു സംസാരം ഞങ്ങളുടെ വീട്ടിൽ സംസാരിക്കാൻ ഞങ്ങൾ ഇടകൊടുത്തിട്ടില്ല. അത് ഒത്തിരി ശ്രദ്ധിച്ച ഒരു കാര്യമാണ്. പിന്നീട് ഒരു 6ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ മോൾ ഒരു ദിവസം എന്നോട് ആവശ്യപ്പെട്ടു ഒരു സൈക്കിൾ വേണമെന്ന്. അപ്പോൾ കരച്ച് പള്ളിയിൽ പോയി വരാൻ വേണ്ടിയിട്ടാണ്. കാറ്റീസം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് പിന്നെ ഒരു 12 മണിയൊക്കെ ആവും. അപ്പോൾ ഈ ഉച്ചയ്ക്ക് നടന്ന് വരാനായിട്ടുള്ള ബുദ്ധിമുട്ട് കണക്കാക്കിയിട്ട് ഒരു സൈക്കിൾ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഞാൻ മോളോട് പറഞ്ഞു ഒരു കാര്യം മോളെ നമുക്ക് സൈക്കിൾ മേടിച്ചു തരാം. പക്ഷെ മോൾ അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ജപമാല ചൊല്ലിയും കരുണകൊന്ത ചൊല്ലിയും പരിശുദ്ധ കുർബാനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും പിന്നെ വേറെ ദേവാലയങ്ങളിലൊക്കെ പോകുമ്പോൾ ഈ 3 കാര്യങ്ങൾ ആവശ്യപ്പെട്ടാൽ ഈശോ നടത്തി തരുമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെ മരിയ അങ്ങനെയൊക്കെ പോകുമ്പോൾ ഒരു ആവശ്യം വെച്ചിട്ട് സൈക്കിളിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ മോളുടെ ബർത്ത്ഡേയുടെ തലേ ദിവസം ഒരു ദിവസം സ്കൂളിൽ നിന്ന് വരുന്ന വഴിക്ക് ഞാൻ പറഞ്ഞപ്പോൾ മോളെ നമുക്കൊന്ന് ഒരു ആവശ്യത്തിന് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുപോയി. നേരെ കൊണ്ടു ചെന്ന് നിർത്തിയത് ഒരു സൈക്കിൾ ഷോറൂമിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോഴും മനസ്സിലാകുന്നില്ല എന്തിനാ സൈക്കിൾ ഷോ ഇവിടെ. അവിടെ അകത്ത് കയറിയിട്ട് ഞാൻ പറഞ്ഞു
മോൾക്ക് ഇഷ്ടമുള്ള ഒരു സൈക്കിൾ ഇവിടുന്ന് സെലക്ട് ചെയ്തോളാൻ പറയാം. ഷി വാസ് റിയലി സർപ്രൈസ്. അപ്പോൾ അവിടെ നിന്ന് സൈക്കിൾ മേടിച്ചിട്ട് തിരിച്ചു വന്നു. ഈ സൈക്കിളൊന്ന് വെഞ്ചരിക്കണം. 2 ദിവസം കഴിഞ്ഞപ്പോൾ, അപ്പോൾ ഞായറാഴ്ചയാണ് പള്ളിയിൽ പോവുള്ളൂ, ചെന്ന് അച്ഛൻ്റെ അടുത്ത് വെഞ്ചരിക്കാനുള്ള ഉദ്ദേശം അങ്ങനെ ഇരിക്കുമ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു 4 വൈദികർ എൻ്റെ വീട്ടിലേക്ക് വരിക. എനിക്ക് പരിചയമുള്ള വൈദികരാണ്. അവർ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ അച്ഛന്മാരോട് പറഞ്ഞു, ഇങ്ങനെയാണ് മോൾക്ക് സൈക്കിൾ മേടിച്ചു കൊടുത്തത്. അപ്പോൾ മോളെയും അറിയാം ഈ അച്ഛന്മാർക്ക്. ഒന്ന് വെഞ്ചരിച്ച് എന്നെ അച്ഛന്ന് പറഞ്ഞപ്പോൾ ഈ 4 പേരും കൂടി ഈ സൈക്കിൾ വെഞ്ചരിച്ചെന്ന്. അപ്പോൾ അതും മോൾക്ക് അന്നൊരു വിശ്വാസത്തിലൊരു ആഴപ്പെട്ട ഒരു സംഭവമാണ്. കാരണം ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് എനിക്കിത് കിട്ടിയത്. അതുകൊണ്ട് ആ ഒരു ഫോർമേഷൻ ചെറുപ്പത്തിലേ കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. മമ്മി, ഈ സിസ്റ്റർ ആവണം എന്ന് പറഞ്ഞപ്പോൾ ആദ്യത്തെ റിയാക്ഷൻ എന്തായിരുന്നു? ഓൾറെഡി ഇങ്ങനെ സിസ്റ്റർ ആവും എന്നുള്ള ഒരു ഐഡിയ തന്നിരുന്നു, അതോ പെട്ടെന്നാണോ ഈ ഒരു ന്യൂസ് പറയുന്നത്? പള്ളിയിൽ സിസ്റ്റർ ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ മോള് പറഞ്ഞിട്ട് സിസ്റ്റർ ഞങ്ങളുടെ അടുത്ത് പറയുമ്പം പെട്ടെന്ന് പറഞ്ഞെങ്കിലും അതിനു മുമ്പ് ഒരു 6ാം ക്ലാസ്സൊക്കെ മുതൽ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുമായിരുന്നു, അമ്മേ ഞാൻ മടത്തിൽ പോകും അങ്ങനെയൊക്കെ പറയുമായിരുന്നു. പക്ഷെ അതിനു മുമ്പ് തന്നെ വളരെ ചെറുപ്പത്തിൽ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളാണ്. മൂത്തത് മോൻ കഴിഞ്ഞപ്പോൾ തന്നെ അടുത്തൊരു കുഞ്ഞിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. പിന്നെ ഈ 9 മാസവും ശരിക്കും ഒരു കുഞ്ഞ് ഉദരത്തിലായിരിക്കുമ്പോൾ അവന് കിട്ടുന്ന നല്ലതായാലും ചീത്തയായാലും അവനെ ബാധിക്കും എന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ടായിരുന്നത് കൊണ്ട് ആ സമയത്ത് എനിക്ക് വീട്ടിലെ ടെൻഷൻസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്നെ ബാധിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ കൂടുതലും ബൈബിള് വായിക്കാനും പാട്ട് കേൾക്കാനും അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചിരുന്നു. പിന്നെ ഒരു 3 വയസ്സൊക്കെ ആകുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ധ്യാനത്തിന് പോയിട്ടുണ്ട്. അപ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ മോൾക്ക് ചെറിയ അപ്പം ഡിവൈനിലൊക്കെ കൂടി ഇപ്പം ബൈബിൾ നഴ്സറിയിൽ വെച്ചിട്ടൊക്കെ ഒരു വചന പാട്ടുകൾ അങ്ങനത്തെ ഒക്കെ കേൾക്കുമ്പോൾ മരിയ പെട്ടെന്ന് പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന പാട്ടുകളൊക്കെ വേഗം പഠിക്കും. അപ്പോൾ അന്ന് ഒരു 4 വയസ്സുള്ളപ്പോൾ തന്നെ സ്റ്റേജിൽ കയറി മരിയ ഒരു പാട്ട്, കുഞ്ഞിക്കൈ പിടിക്കണം വീഴാതെ തന്നെ നടത്തണം, ജ്ഞാനത്തിലും പ്രായത്തിലും ഈശോയ്ക്കൊപ്പം വളരണം, അങ്ങനെ ഒരു പാട്ട് ഇങ്ങനെ പാട്ട് രൂപത്തിൽ അവളത് അന്ന് 4 വയസ്സുള്ളപ്പം പള്ളിപ്പെരുന്നാളിന് സ്റ്റേജിൽ പാടിയിട്ടുണ്ട്. അന്ന് മുതൽ ഇങ്ങോട്ടൊരു എല്ലാ വർഷവും തന്നെ പള്ളിയിലും സ്കൂളിലും ഓരോ സ്റ്റേജ് പ്രോഗ്രാമിലെല്ലാം പാട്ട്, ഡാൻസ് അങ്ങനെ എല്ലാത്തിലും മരിയ പങ്കെടുക്കുമായിരുന്നു. അപ്പം പെട്ടെന്ന് ഇങ്ങനെ സിസ്റ്റർ ആകാൻ പോകുന്നതെന്ന് കേട്ടപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ അപ്പം തോന്നിയത് അങ്ങനെയാണ്. എന്ന് വെച്ചാൽ ഇത്രയും എല്ലാം ഉണ്ടായിരുന്ന കൊച്ച് ഇത്രയും ത്യാഗപൂർണമായൊരു ജീവിതത്തിലേക്ക് പോകുന്ന അങ്ങനെ ഒരു സങ്കടം. പിന്നെ എന്നാലും ഈ കുഞ്ഞുങ്ങളെപ്പോഴും നമ്മുടെ സ്വന്തമല്ല, ദൈവം നമ്മളെ നോക്കാൻ ഏൽപ്പിച്ചതാണെന്നൊരു ബോധ്യം മനസ്സിലുള്ളത് കൊണ്ട് അപ്പം അതുകൊണ്ട് ഇപ്പം വളരെ ചെറുപ്പം മുതലേ എന്ന് വെച്ചാൽ ആദ്യം മുതൽ വളരെ ചെറുപ്പം മുതലേ ഞങ്ങൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകും. പിന്നെ കുടുംബ പ്രാർത്ഥനയുടെ സമയത്താണെങ്കിലും പ്രാർത്ഥന കഴിയുമ്പോൾ തന്നെ എല്ലാവരും പരസ്പരം സ്തുതി ചൊല്ലി ഉമ്മ വെച്ച് അങ്ങനെ ഒരു പതിവുണ്ടായിരുന്നു ചെറുപ്പം മുതൽ. പിന്നെ സ്കൂളിൽ പോകാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോയിട്ട് വരുമ്പോൾ റെഡിയാകുന്നത് നല്ല തിരക്ക് പിടിച്ചായിരിക്കും സ്കൂളിൽ പോകാൻ റെഡിയാകുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ ചിലപ്പോൾ അവളെ മുടി ചീകി കൊടുക്കുമ്പോഴും ഭക്ഷണം വാരി കൊടുക്കുമ്പോഴും ഒക്കെ വചനങ്ങൾ കാണാതെ അറിയാവുന്ന സങ്കീർത്തനം 91, മറിയത്തിൻ്റെ സ്തോത്രം ഇതൊക്കെ പറഞ്ഞിട്ടാണ് അവളെ ഒരുക്കുന്നത്. പിന്നെ അതുപോലെ സ്കൂളിൽ പോകുമ്പം പറയും, മോളെ എത്രയും ദേളമാതാവെ ചൊല്ലിക്കൊണ്ട് പോകണം എന്ന് പറയായിരുന്നു. പിന്നെ സ്കൂളിൽ നിന്ന് വിട്ട് വരുമ്പോഴാണ് ഇത് എല്ലാ കാര്യങ്ങളും വന്ന് എൻ്റെ അടുത്ത് പറയും. എല്ലാ കാര്യങ്ങളും പറയാനും അങ്ങനെ മടി. പിന്നെ ഉറങ്ങുന്ന സമയത്താണെങ്കിൽ ഞാൻ അവളുടെ കൂടെ ചെന്ന് കുറച്ച് നേരം അവളുടെ കൂടെ കിടന്ന് പിന്നെ കുറച്ച് പാട്ടുകളൊക്കെ ഇപ്പം എന്നെ കാക്കുന്ന കാവൽമാലാഹേ അങ്ങനെയുള്ള പാട്ടൊക്കെ പാടിക്കൊടുക്കും. പിന്നെ അങ്ങനെ എന്നിട്ട് നെറ്റിക്ക് കുരിശ് വരച്ച് ഉമ്മ കൊടുത്തൊക്കെ ആയിരുന്നു കിടത്തി ഉറക്കുന്നത്. മമ്മിക്കിപ്പോൾ 2 മക്കളല്ലേ? അപ്പോൾ ആകെയുള്ള ഒരു അനിയത്തി സിസ്റ്റർ ആവുമ്പോൾ എന്ന് പറഞ്ഞപ്പോൾ മോൻ്റെ റിയാക്ഷൻ എന്തായിരുന്നു? സർപ്രൈസ്ഡ് ആയിരുന്നോ അതോ വേണ്ടാന്നൊക്കെ പറഞ്ഞു? എന്തായിരുന്നു റിയാക്ഷൻ? വേണ്ടാന്ന് പറഞ്ഞില്ല, മോന് സങ്കടം ഉണ്ടായിരുന്നു. എന്നാലും ഒന്ന് പഠിച്ചിട്ടൊക്കെ പോയാൽ പോരെ എന്നുള്ളൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. പിന്നെ ദൈവവിളിയുടെ മഹത്വത്തെ പറ്റി അവനും ഒരു ഏകദേശ ബോധ്യം ഉണ്ടായിരുന്നു. പിന്നെ അവൻ ഞങ്ങൾ ഏഞ്ചൽസ് ആർമിയെ പറ്റി എനിക്ക് ആ സമയത്തൊക്കെ ഈ പ്രാർത്ഥന ലീഫ്ലെറ്റൊക്കെ ഉള്ള കാര്യമൊക്കെ എനിക്കറിയായിരുന്നു. അപ്പം ഞാൻ അവൻ്റെ വൈഫിനെയും പിന്നെ ഈ ലീഫ്ലെറ്റ് ഒക്കെ പറഞ്ഞ് പ്രാർത്ഥിപ്പിക്കുമായിരുന്നു. പിന്നെ അവരെ 2 പേരെയും കല്യാണം കഴിഞ്ഞ സമയത്ത് ഈ ഓൺലൈൻ റിട്രീറ്റ് ഏഞ്ചൽസ് ആർമിയുടെ കൂടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പം ഞാനാണെങ്കിലും ഹീലിംഗ് വൂം സ്കൂളിനെ പറ്റി അറിഞ്ഞിട്ട് അതിലൂടെ ഞാൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ മോളിങ്ങനെ സിസ്റ്ററാകാൻ പോയെങ്കിലും
ആ ദിവസം ഈ സിസ്റ്ററാകാൻ ഞങ്ങൾക്ക് കുടുംബത്തിലെ ഒരു നഷ്ടമായിട്ട് അവൾ പോയത് സങ്കടം ഉണ്ടെങ്കിലും ഒരു നഷ്ടമായിട്ട് തോന്നിയിട്ടില്ല. കാരണം അതേ ദിവസം മോള് സിസ്റ്ററാകാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയ അതേ ദിവസം, അതായത് ആ ദിവസം തന്നെയാണ് ഞങ്ങളുടെ വീട്ടിലൊരു പെൺകുഞ്ഞ് ജനിച്ചിരിക്കുന്നത്. അതേ ദിവസം 2 വർഷം കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഇതെല്ലാം വെച്ച് ഓർക്കുമ്പം സങ്കടം ഉണ്ടെങ്കിലും അതെല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് ഞങ്ങൾക്കതൊരു ദൈവം സന്തോഷമായിട്ട്, എവിടെയായിരുന്നില്ല ഏത് ജീവിതാന്തസ്സിലായാലും മോള് സന്തോഷമായിട്ടിരിക്കുന്നെന്ന് കാണുമ്പോൾ, ഇപ്പം അവളുടെ സന്തോഷം, അവൾ വളരെ സന്തോഷവതിയാണെന്ന് കാണുമ്പോൾ ഞങ്ങൾക്കും അതൊരു വലിയ സന്തോഷം. തീർച്ചയായും ഇവിടെ ഇത് കാണുമ്പോൾ, ഈ ഒരു കുടുംബം കാണുമ്പോൾ ഈ ഒരു ഫെയ്ത്ത് അല്ലെങ്കിൽ ഈശോയോട് ഒരുപാട് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു കുടുംബത്തെയാണ് കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ സിസ്റ്ററിന് ഉദരത്തിലായിരിക്കുമ്പോൾ തൊട്ടേ പ്രാർത്ഥന കിട്ടിയിട്ടുണ്ട്. അല്ല, അങ്ങനെയല്ല, അതിന് മുൻപ് തൊട്ടേ പ്രാർത്ഥനയോട് പൊതിഞ്ഞ ഒരാളാണ് ഇവിടെ ഇരിക്കുന്നത്. ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരെയും പരിചയപ്പെടാൻ സാധിച്ചതിൽ. താങ്ക് യു വെരി മച്ച്. നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് സിസ്റ്റർ സിസി മരിയയാണ്. സിസ്റ്ററിൻ്റെ ദൈവാനുഭവവും ദൈവം നയിച്ച വഴികളും എല്ലാം നമുക്ക് സിസ്റ്ററോട് തന്നെ ചോദിക്കാം. സിസ്റ്റർ ആദ്യം ഒന്ന് പരിചയപ്പെടുത്തും. സിസ്റ്റർ വീട്ടിൽ ആരൊക്കെയുണ്ട്, സിസ്റ്റർ ഇപ്പം എന്ത് ചെയ്യണോ? എൻ്റെ പേര് സിസ്റ്റർ സിസി മരിയ. എൻ്റെ വീട് ചേർത്തലയാണ്. എൻ്റെ വീട്ടിൽ പപ്പ, മമ്മ, ചേട്ടൻ, ചേച്ചി, അനിയൻ, ഞങ്ങൾ 4 മക്കളാണ്. ഞാൻ സഭയിൽ വന്നിട്ട് ഇപ്പോൾ 8 വർഷമാകുന്നു. സഭാവസ്ത്രം സ്വീകരിച്ചിട്ട് 2 വർഷം. ഇപ്പം ഞാൻ ജർമ്മനിയിൽ നഴ്സിങ്ങിന് വേണ്ടി ആ ഒരു പ്രോസസ്സിൽ കൂടെ കടന്നു പോവുകയാണ്. സ്റ്റഡീസിൽ കൂടെ കടന്നു പോവുകയാണ്. സിസ്റ്റർ അത് ഡിഗ്രി കോഴ്സിനാണോ? +2 കഴിഞ്ഞിട്ടാണോ? +2 കഴിഞ്ഞിട്ടാണ്. ഇതാണ് സിസ്റ്ററിന്റെ വൊക്കേഷൻ എന്ന് സിസ്റ്ററിന് എപ്പോഴാണ് കറക്റ്റ് മനസ്സിലായത്? അതിനെ നയിച്ച എന്തെങ്കിലും ഒരു പ്രത്യേക ഇൻസിഡന്റ് ഉണ്ടായിരുന്നോ? ചെറുപ്പം തൊട്ട് എനിക്ക് സിസ്റ്ററാകാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. നഴ്സറിയിലൊക്കെ ഞങ്ങൾ സിസ്റ്റേഴ്സിൻ്റെ കൂട്ടത്തിലാണ്. അപ്പം ഒരു സിസ്റ്ററിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് തന്നെയായിരുന്നു എൻ്റെ ദൈവവിളിൻ്റെ ആദ്യത്തെ സ്പാർക്ക്. ആ സിസ്റ്ററിനെ പോലെ ആകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ കുടുംബ പ്രാർത്ഥന കഴിയുമ്പോഴൊക്കെ എൻ്റെ അമ്മ ഞങ്ങൾ സ്തുതിയൊക്കെ ചൊല്ലിക്കഴിയുമ്പോൾ ഈശോയോട് ഇങ്ങനെ ഒച്ചത്തിൽ പ്രാർത്ഥിക്കും. വളരെ സാധാരണ രീതിയിൽ, എനിക്ക് 4 മക്കളാണ് ഈശോയുള്ളത്, അവർക്ക് ആർക്കെങ്കിലും ഒരു ദൈവവിളി കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് അമ്മ പ്രാർത്ഥിക്കും. പക്ഷേ ആദ്യമൊക്കെ ഞാൻ തമാശ രൂപത്തിൽ അമ്മയ്ക്ക് വട്ടാണോ എന്ന് ആ ചിന്തയായിരുന്നു. പക്ഷെ പിന്നെ അമ്മയുടെ പ്രാർത്ഥന കേൾക്കുമ്പം എനിക്കത് ഭയങ്കര ഇൻസ്പയറിങ് ആയിരുന്നു. പിന്നെ അമ്മ നിർബന്ധിച്ച് ഞങ്ങളെ അച്ഛന്മാരുടെ പട്ടത്തിനും വെസ്റ്റിഷൻ സിസ്റ്റേഴ്സിൻ്റെയൊക്കെ കാണാൻ വേണ്ടി വിടുമായിരുന്നു. പക്ഷെ അവിടെയൊക്കെ ചെല്ലുമ്പം ആ ഒരു ഡിവൈൻ അറ്റ്മോസ്ഫിയർ എനിക്ക് ഒത്തിരി ഭയങ്കര ഇൻസ്പയറിങ് ആയിരുന്നു. കാരണം ഈശോയ്ക്ക് വേണ്ടിയിട്ട് ജീവിതം സമർപ്പിക്കുന്ന ആ ഒരു തിരുക്കർമ്മങ്ങളൊക്കെ എന്നെ ഒത്തിരിയേറെ സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നെ 10th പഠിക്കുന്ന സമയത്താണ് എനിക്ക് ഭയങ്കരമായിട്ടൊരു ആഗ്രഹം വന്നത്. ലോകത്തോട് ഒത്തിരി ആഗ്രഹമുണ്ട്. എനിക്ക് ഭയങ്കര ഫിലിമിനോടൊക്കെ ഭയങ്കര ക്രേസ് ഉള്ള ആളാണ്. ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ഡ്രസ്സുകൾ ധരിക്കുന്ന ഒരാളാണ്. പക്ഷേ അപ്പോഴും എനിക്ക് എന്തൊക്കെയോ ഒരു ശൂന്യത പോലെ തോന്നുന്നു. കാരണം ഈശോയുടെ അടുത്ത് ചെല്ലുമ്പോൾ മാത്രമേ എനിക്കൊരു സന്തോഷം കിട്ടുന്നുള്ളൂ. അപ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്ക് വിവാഹ ജീവിതവും മറ്റു ജീവിതങ്ങളൊന്നുമല്ല. എനിക്ക് ഈശോനെ സ്നേഹിക്കാൻ, എനിക്ക് ശരിക്കും ഞാൻ റിയൽ ഹാപ്പി ആയിട്ടിരിക്കുന്നത് ഒരു സിസ്റ്റർ ആകുമ്പോൾ മാത്രമാണ് എന്നൊരു ചിന്ത എനിക്ക് ആ സമയത്താണ്, 10th പഠിക്കുന്ന സമയത്താണ് എനിക്ക് വന്നത്. അപ്പോൾ സിസ്റ്റർ ഇങ്ങനെ ഈ ഒരു സിസ്റ്റർ ആവാൻ പോകുന്ന കാര്യം വീട്ടിലെ പപ്പയും മമ്മിയും അല്ലെങ്കിൽ ബാക്കിയുള്ള സഹോദരങ്ങളോടൊക്കെ പറഞ്ഞപ്പോൾ അവരെ എങ്ങനെയാണ് ഇത്? പപ്പയും മമ്മിക്ക് ഒത്തിരി സന്തോഷമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, അമ്മ ഒത്തിരി പ്രാർത്ഥിക്കുന്നതായിരുന്നു. പപ്പയ്ക്ക് ഒത്തിരി ആഗ്രഹമായിരുന്നു ഒരാൾ ദൈവവിളി ഉണ്ടാകണമെന്നൊക്കെ. എൻ്റെ വീട്ടിൽ കുറച്ച് പേർക്ക് ഞാൻ ഈ ആഗ്രഹം പറഞ്ഞപ്പോൾ പ്രശ്നമായിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇപ്പം മെച്യൂരിറ്റി ആയിട്ടില്ല, പോകണ്ട, അങ്ങനെയൊക്കെ ഒരു നെഗറ്റീവ് റെസ്പോൺസ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായി. അങ്ങനെ കുറച്ച് സ്ട്രഗിളിങ് എനിക്ക് ആ ഒരു തീരുമാനത്തിൻ്റെ പേരിൽ എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അത് പിന്നീട് എങ്ങനെയാണ് സിസ്റ്റർ, അപ്പോൾ ആ സമയത്ത് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നിട്ടുണ്ടാവുമല്ലോ, അത് പിന്നെ സിസ്റ്ററിന് സ്ട്രോങ് ആയത് എന്തായിരുന്നു? ആ ഒരു കൺവിക്ഷൻ തരാനുണ്ടായ സാഹചര്യം? ആ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര സ്ട്രഗിളിങ്ങിൽ കൂടെ കടന്നു പോയപ്പോഴും ഈശോ ശരിക്കും എൻ്റെ കൂടെ ഉണ്ടെന്നൊരു ബോധ്യം എനിക്ക് കിട്ടി. കാരണം എനിക്ക് ഈ വിളിയോട് കൂടുതൽ സ്നേഹം വന്നിട്ടുള്ളൂ. ഞാൻ അതിൽ ഒരു ഡിപ്രസ്സായി പോയില്ല. പിന്നെ ഈശോയ്ക്ക് വേണ്ടി ഞാൻ വില കൊടുക്കാൻ തയ്യാറായപ്പം ഈശോൻ്റെ കുടുംബത്തെ ഒത്തിരി അനുഗ്രഹിക്കുന്നതായിട്ട് അനുഭവങ്ങളുണ്ടായി. അങ്ങനെയൊക്കെ വന്നപ്പോൾ എനിക്ക് ഉറപ്പായി, കാരണം ഈശോയ്ക്ക് വേണ്ടി ഞാൻ വില കൊടുക്കാൻ തയ്യാറായ അതിന് കിട്ടുന്ന സമ്മാനം വളരെ വലുതാണെന്നൊരു ബോധ്യത്തിലേക്ക് ഈശോ എന്നെ നയിച്ചു. എന്താണേലും സിസ്റ്ററിൻ്റെ അനുഭവവും ദൈവവിളിക്കുണ്ടായ സാഹചര്യം എല്ലാം പറഞ്ഞതിലും അറിഞ്ഞതിലും ഒക്കെ സന്തോഷം. താങ്ക് യു വെരി മച്ച്.